ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു പണി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് പ്രിയയാണ്. അങ്ങനെ വീട്ടിൽ വേലക്കാരിയായിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റികളായിട്ടും ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് ജോലിക്കാരെ നിർത്തിയിട്ട് ഭദ്രനും വിലാസിനെയും കൂടെ ശരിക്കും ഒന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് മുച്ചൂട് മുടിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ പ്രിയ. അപ്പോൾ ഇവിടുത്തെ മകൾ ഞങ്ങളോട് ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നിങ്ങളെ ശമ്പളം തന്നിവിടെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ വാക്ക് ധിഖരിച്ചുകൊണ്ട് ഏത് മകളാണ് പറഞ്ഞത് നിങ്ങളോട് ജോലി ചെയ്യേണ്ടതെന്നും ചോദിച്ചുകൊണ്ട് ഭദ്രൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ഞാനാ പറഞ്ഞത് ജോലി ചെയ്യണ്ട എന്ന്. ഇവരോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞതും ഞാനാണെന്ന്. അത് കേട്ടപ്പോൾ ഭദ്രൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അതെന്ത് പണിയാ മോളെ കാണിച്ചത്? മോളെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഒട്ടും ശരിയായില്ല കേട്ടോ. അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഇവിടെ ജോലിക്കാർ വേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിലയും വിലയോ? എന്ത് നിലയും വിലയും? ഈ നിലയും വിലയൊക്കെ അച്ഛനും അമ്മയ്ക്കും എന്നാ ഉണ്ടായതെന്ന് ചോദിച്ചു. അതുകൊണ്ടേ നിങ്ങൾക്ക് എടുക്കാവുന്ന പണി മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാനുള്ള പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീട്ടിൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. മകളെ ഒറ്റക്കൊടുത്ത പൈസ. അത് കേട്ടപ്പോൾ ഭദ്രൻ ഇങ്ങനെ അന്താളിച്ച് നോക്കുക. മകളെ ഒറ്റക്കൊടുത്ത പൈസ ഇവളെങ്ങനെ തുറഞ്ഞെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്താ അച്ഛനിപ്പോൾ ഒന്നും പറയാനില്ലേ? അച്ഛന് ആ പൈസ ആണോ വലുത്, അതേ പൈസ തിരിച്ചു കൊടുക്കണോ, അത് ഈ ജോലിക്കാർ ഇവിടെ നിർത്തണം, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ജോലിക്കാർ പൊക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ. അപ്പോഴേക്കും ഞങ്ങൾ അങ്ങനെ വെറും കൈയോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല, ഞങ്ങൾ ജോലി ചെയ്തതിന് ഞങ്ങൾക്ക് പെൻഡിങ് വന്ന ശമ്പളം ഫുള്ളേ കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ തപസ് എന്നുള്ള രീതിയിൽ ഒറ്റക്കാലം നിപ്പ് തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭദ്രൻ പറഞ്ഞു, ശമ്പളമോ? നിങ്ങളതിന് എന്ത് ജോലി ഇവിടെ ചെയ്തത്? ഇത്ര ദിവസമല്ലേ നിങ്ങളിവിടെ വന്നിട്ടായിട്ടുള്ളൂ, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛ കൂടുതൽ വിളച്ചിൽ ഇവരുടെ അടുത്ത് എടുക്കണ്ട, അച്ഛനെ വിവരം അറിയും. അച്ഛന് പറ്റിക്കാനേ ഇത് അച്ഛൻ്റെ മക്കളല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവർ ചെയ്ത ജോലിക്കുള്ള ശമ്പളം കൊടുത്ത് അവരെ പറഞ്ഞു വിട്, അല്ലെങ്കിലേ അച്ഛൻ ശരിക്കും ഉഷ്ണിക്കും കേട്ടോ എന്ന് പ്രിയ പറഞ്ഞു. മോള് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്നും പറഞ്ഞു ഭദ്രൻ. ശരിക്കും പേടിയാണ്. അപ്പം മകള് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്നും പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അപ്പോൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ പ്രിയയും പിന്നാലെ ചെന്നു. എന്നാലും നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അച്ഛാ എന്ന് പറയുമ്പോൾ മോൾ ഇത് എന്തറിഞ്ഞിട്ടേ പറഞ്ഞ അച്ഛനൊരു തെറ്റും വേണ്ട, ഇനി എൻ്റെ മുന്നിൽ നിന്ന് അതിനെ ന്യായീകരിക്കാൻ ഒന്നും ശ്രമിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കേൾക്കുകയും വേണ്ട. എന്തായാലും നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, അത് 100% ഉറപ്പാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് പോയി. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭദ്രനും അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് ഭദ്രൻ കയറിപ്പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു, മേലിൽ ഈ വഴിക്കൊന്നും കണ്ടുപോയേക്കരുത് കേട്ടോടാ, പൊക്കോ എന്നും പറഞ്ഞു അവിടെ നിന്ന് ഭദ്രൻ ഇവരെ പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ ശമ്പള കുടിശ്ശികയൊക്കെ കിട്ടി ഇവരവിടെ നിന്ന് പോയി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതാഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു. റൂമിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കിഷോർ ഈ ഒരു പേപ്പർ, അതായത് ആ ഒരു വലിയ പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കിയതിൻ്റെ പേപ്പേഴ്സുമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഗീതു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദേട്ടനെ മയക്ക് കുപ്പിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. രണ്ടുപേരും ഭയങ്കര സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഗോവിന്ദും കുറച്ച് മയപ്പെട്ടു ഇപ്പോൾ ഗീതുവിനോട്, കാരണം തൻ്റെ അമ്മയെ രക്ഷിച്ചതിൻ്റെ ആ ഒരു നന്ദി അത് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ വെച്ച് കുറച്ച് സ്നേഹപ്രകടനങ്ങളും നന്ദി പ്രകടനങ്ങളും ഒക്കെ നടത്തി അതിനുശേഷം ഇങ്ങോട്ട് നമ്മുടെ കമ്പനിയിലേക്കും വന്നു. ഗീതു ആരാ മോള്? കിട്ടിയ അവസരം നമ്മുടെ ഗീതു മോള് മാക്സിമം അങ്ങ് ഉപയോഗിക്കുക. വേറൊന്നുമല്ല, ഗോവിന്ദനെ സ്നേഹം കൊണ്ട് പൊതിയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഗോവിന്ദനോടുള്ള ഇഷ്ടം മനസ്സിലാവുകയും ഗോവിന്ദൻ ഗീതുവിനെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് പാവത്തിന്. അപ്പം മേഡത്തിനെ ചെന്ന് കണ്ട് ഗീതു ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി അതിൽ വേണം നീ പിടിച്ച് കയറാനെന്നും അതാണ് നിനക്ക് ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഗോവിന്ദനെ നീ നിന്റെ വരുതിക്കാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു അടുപ്പം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും കൂടുമെന്നുള്ള കാര്യം രാധികയ്ക്ക് നേരത്തെ അറിയാം. ഈ അടുപ്പം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും രാധികയ്ക്ക് പേടിയായി. കാരണം രാധികയ്ക്ക് വരാൻ പോകുന്നത് ഇടിവെട്ട് പണിയാണെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാധിക എന്ത് ചെയ്തു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവർ തമ്മിലുള്ള അടുപ്പം തടസ്സപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും തൽക്കാലം ഇവർക്കിടയിലേക്ക് കയറി ചെല്ലാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഗീതു കിട്ടിയ അവസരം മുതലെടുത്ത് ഗോവിന്ദനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഗോവിന്ദന് മധുരം കൊടുക്കുന്നു. അങ്ങനെ ഗോവിന്ദനെ സ്നേഹം കൊണ്ട് പ്രണയം എന്നൊക്കെ പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ചുകൂടി അടുത്ത് ഇടപഴകി. അങ്ങനെ ഗോവിന്ദൻ മാറി നിൽക്കുന്ന സമയത്ത് ഗീതുവാണെങ്കിൽ ഗോവിന്ദനിലേക്ക് ഇഴുകി ചേർന്ന് ചെല്ലുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു പ്രണയം, ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഇവർ തമ്മിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രൊജക്റ്റ് കാണിക്കാൻ വേണ്ടി കിഷോർ എന്ന് പറയുന്ന മഹാൻ കയറി വരുന്നത്. അപ്പോൾ കിഷോറിൻ്റെ വരവ് അസ്ഥാനത്തായിപ്പോയി. കയറി വന്ന കിഷോറാണെങ്കിൽ അയ്യടാന്നായിപ്പോയി ഇങ്ങനെ നിൽക്കുവാണ്.
അപ്പോൾ ഇത് കണ്ടപ്പോൾ കിഷോർ ഞെട്ടിപ്പോയി കേട്ടോ. കിഷോർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാഴ്ചയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തായാലും കിഷോറിന് അത് അത്യാവശ്യം തന്നെയായിരുന്നു. ഒരു ഉഗ്രൻ തിരിച്ചടി തന്നെയായിരുന്നു കിഷോറിന്. അങ്ങനെ കിഷോർ അങ്ങ് വന്നപ്പോഴേക്കും സോറിയും പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും കിഷോറിനെ എടുത്തിട്ട് പൊരിക്കാൻ തുടങ്ങി. തനിക്ക് മാനേഴ്സിലേടോ എങ്ങനെയാണോടോ ഒരു റൂമിലേക്ക് കയറി വരുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ സോറി സാർ, ഞാൻ അറിയാതെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏത് സിറ്റുവേഷൻ പ്രതീക്ഷിച്ചില്ലെന്ന്, കമ്പനിയുടെ MD-യുടെ റൂമിലേക്ക് വരുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യെങ്കിലും വേണ്ടേടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അത് പോട്ടെ കണ്ണേട്ടാ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അല്ല കിഷോർ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് നമ്മുടെ ഗീതു ചോദിച്ചതല്ലേ, അപ്പം ഞാൻ ഈ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, മേഡത്തിനെ അന്വേഷിച്ചപ്പം മേഡത്തിനെ കണ്ടില്ലെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത്, അപ്പോൾ മേഡത്തിനെ കാണാത്തത് കൊണ്ട് ഗോവിന്ദൻ സാറിൻ്റെ അടുത്തേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മുടെ ഗീതു ആ പേപ്പറുകളൊക്കെ മേടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഓക്കെ അല്ലെന്നും ഇതൊക്കെ തെറ്റാണെന്നും ഇതൊക്കെ മാറ്റി ചെയ്യണം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ കിഷോറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗീതു അത് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മാറ്റി ചെയ്യണം എന്ന് തന്നെയാണെന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. ഗോവിന്ദൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സർ, ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഗീതാഞ്ജലി മേഡത്തിന് അറിയില്ലെന്നും ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് ഞാൻ അതുപോലെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊരു പ്രൊജക്ട് റിപ്പോർട്ടാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഗീതാഞ്ജലി മേഡത്തിന് വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഗീതാഞ്ജലി മേഡത്തിന് ഇതിന് കുറച്ചെങ്കിലും ഒരു അറിവുണ്ടായിരിക്കണം, ഗീതാഞ്ജലി മേഡത്തിന് ഇതിനെപ്പറ്റി ഒരു അറിവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുമ്പോൾ ഷട്ടപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ചാടിയും എഴുന്നേറ്റു. ഇവിടുത്തെ വൈസ് പ്രസിഡൻ്റായ ഗീതാഞ്ജലിയുടെ ക്വാളിറ്റി അന്വേഷിക്കലല്ല നിന്റെ ഇവിടുത്തെ ജോലി. നിനക്ക് തന്നിരിക്കുന്ന ജോലി വളരെ വ്യക്തമായും മാന്യമായും ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു തീർക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടാ എന്നും പറഞ്ഞ് ഗോവിന്ദൻ ഇവൻ്റെ നേരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ്, അതിനപ്പുറം ആ കമ്പനിയുടെ ഒരു MD, ആ വ്യക്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിഷോർ ഇങ്ങനെ ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക. കാരണം കിഷോർ നിൽക്കേണ്ട സ്ഥാനത്താണ് നമ്മുടെ ഗോവിന്ദൻ ഇപ്പം നിൽക്കുന്നത്. ആ ഗോവിന്ദൻ ഗീതുവിനെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കിഷോറിന് സഹിക്കുമോ? കിഷോർ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സോറി സാർ, സോറി എന്ന് പറഞ്ഞു. എന്തിനും ഏതിനും എപ്പോഴും ഇങ്ങനെ സോറി പറയേണ്ട ആവശ്യമില്ല, ചെയ്യുന്ന വർക്കുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അതാണ് വേണ്ടതെന്നും പറഞ്ഞു ഗോവിന്ദൻ ഗെറ്റ് ഔട്ടും അടിച്ചങ്ങ് ഇറക്കി വിട്ടു. അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദനെ അന്താളിച്ച് നോക്കി നിൽക്കുക കേട്ടോ, ഗോവിന്ദ് സാർ തന്നെയാണ് ഈ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എന്തായാലും ഗീതുവിനോടുള്ള ഒരു പിണക്കമൊക്കെ മറന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ സ്നേഹിച്ച് തുടങ്ങുന്നു. ഗീതുവിലേക്ക് ഗോവിന്ദൻ കൂടുതൽ അടുക്കും തോറും ഗീതുവിലുണ്ടായിരിക്കുന്ന മാറ്റം അത് കുറേശ്ശെ നമ്മുടെ ഗോവിന്ദന് മനസ്സിലാവുക. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഗീതു ഗോവിന്ദനെ പ്രണയിച്ചു തുടങ്ങി എന്നുള്ളത്. അങ്ങനെ ഗോവിന്ദന് ചെറിയൊരു പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതം ഒന്ന് കരക്കടുത്ത് വരുമ്പോഴേക്കും ഈ രാധിക എന്ത് ചെയ്യുന്നു? രാധിക പുതിയ പ്രശ്നങ്ങളുമായിട്ട് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. തൽക്കാലം ഗോവിന്ദൻ എന്തായാലും അതിനൊന്നും ചെവി കൊടുത്തില്ല. അപ്പോൾ ഈ ഒരു കലിപ്പ് നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിലേക്ക് കിടക്കല്ല. ഗീതു അറിഞ്ഞു ഗോവിന്ദനെയും ഗീതുവിനെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ രാധിക ഓരോ പരിപാടി ഒപ്പിക്കുന്നത്. ഗീതു ആരാ പൊന്നുമോള്? ഗീതു ഈ പറയുന്ന കാഞ്ചനയെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കാഞ്ചനയ്ക്കാണ് ഈ ഒരു ഒപ്പിൻ്റെ പ്രശ്നത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് വന്നതെന്നും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞിങ്ങനെ പറയാം. എൻ്റെ ഗീതു പാപ്പ എന്നെ ചതിക്കല്ല ഗീതു പാപ്പ, ഞാൻ മനസ്സാവാജ അറിഞ്ഞതല്ല ഗീതു പാപ്പ, എന്നെ സഹായിക്കണം ഗീതു പാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി കരച്ചില്ല. ശരി മതി, ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയണത് പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും രാധികാമ്മയ്ക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാഞ്ചനാക്കാണല്ലോ. അതെ, മാമി എന്നോട് പറയുമ്പോൾ ഞാനാ ചെയ്തു കൊടുക്കുന്നത്, എന്നാലേ ഇത്തവണ ഒരു പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പറഞ്ഞ അനുസരിച്ച് രാധികയ്ക്കിട്ട് പണി കൊടുക്കാൻ കാഞ്ചന തന്നെ തീരുമാനിച്ചു. അങ്ങനെ രാധിക പതിവ് പോലെ തന്നെ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഈ പറയുന്ന കാഞ്ചനയെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ പായ്ക്കെടുക്കാൻ പോയ സമയത്ത് നമ്മുടെ കാഞ്ചന എന്ത് ചെയ്തു? നമ്മുടെ ഫേഷ്യൽ പൗഡറിനകത്ത് മുളക് പൊടി ചാലിച്ച് ഇത് കൊണ്ടുപോയി രാധികയുടെ മുഖത്തിട്ട് കൊടുത്തു. പോകഞ്ഞിട്ട് ആശാത്തി നിൽക്കുമോ? എന്തായാലും തൻ്റെ ദാമ്പത്യം തകർക്കാൻ നോക്കിയ രാധികയെ മുളക് പൊടിയിൽ കുളിപ്പിച്ചു നമ്മുടെ ഗീതു. രാധിക ജീവനും കൊണ്ട് പറക്കുവാണ് വീട്ടിൽ കൂടെ കിടന്ന്. കാരണം പുകഞ്ഞു പണ്ടാരടങ്ങുകയല്ലേ. എന്തൊരവസ്ഥയാണ്. ഗീതുവിനോട് കളിച്ചാൽ കളി ഗീതു പഠിപ്പിക്കും. അതിനുശേഷം പിന്നെ രസകരമായ രീതിയിൽ രാധികയുടെ മുന്നിൽ തന്നെ ഗീതുവിനും ഗോവിന്ദനും ഓരോരോ തട്ടുമുട്ടും ഒക്കെ ഉണ്ടാകുന്നു. അവർ തമ്മിലുള്ള പ്രണയം അതിങ്ങനെ പൂത്തുലയുന്നു. ഗോവിന്ദൻ ഗീതുവിന് രക്ഷകനാകുന്നു. ഗീതുവിനെ ഇങ്ങനെ കോരിയെടുത്ത് കൊണ്ടുവരുന്നു, ഇരുത്തുന്നു, കിടത്തുന്നു, കുളിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഗോവിന്ദൻ ചെയ്തു കൊടുക്കുന്നു. അതോടുകൂടി അവർക്കിടയിലുള്ള ആ ഒരു വലിയ വൻമതിലുണ്ടല്ലോ,
അതങ്ങനെ പൊട്ടിത്തകരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് വെറും ദുർവിധി എന്നോർത്ത് നിൽക്കാൻ മാത്രമേ രാധിക എന്ന് പറയുന്ന രണ്ടാൻ അമ്മായിയമ്മയ്ക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഗീതു അങ്ങ് ശരിക്കും നിറഞ്ഞാടുകയാണ് രാധികയുടെ മുന്നിൽ. അപ്പോൾ സൂപ്പർ ഹിറ്റ് വിശേഷം, ഓരോ നിമിഷവും കൺകുളിർക്കെ കാണാനുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.